രാജ്യത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളുടെ അന്തസ്സും അവകാശങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിനായി ശ്രദ്ധേയമായ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് കുവൈത്ത് സർക്കാർ. പ്രവാസികൾക്ക് അവരുടെ അവകാശങ്ങൾ വിനിയോഗിക്കുന്നതിനുള്ള നിയമപരമായ അടിത്തറ രാജ്യം ഉറപ്പാക്കുമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അതായത് PAMA ഔദ്യോഗിക വക്താവ് അസീൽ അൽ മസ്യാദ് വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ മനുഷ്യക്കടത്തിനെയും അനധികൃത കുടിയേറ്റക്കാരെയും നേരിടാനുള്ള രാജ്യത്തിന്റെ തീരുമാനത്തെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. PAM പ്രവാസി തൊഴിലാളികൾക്കായി ഒരു അഭയ കേന്ദ്രം പ്രവർത്തിപ്പിക്കുകയും മനുഷ്യക്കടത്ത് തടയാൻ ലക്ഷ്യമിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. എല്ലാ തൊഴിലാളികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നിയമലംഘനങ്ങൾ തടയുന്നതിനും ഞങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നുവെന്നും അവർ വ്യക്തമാക്കി. പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ, സിവിൽ സൊസൈറ്റി സ്ഥാപനങ്ങൾ, പബ്ലിക് ബെനഫിറ്റ് അസോസിയേഷനുകൾ എന്നിവയെ ബന്ധിപ്പിക്കുന്ന സ്ഥിരം ഏകോപന സമിതിയുടെ തലവൻ കൂടിയായ അൽ മസ്യാദ് കുടിയേറ്റക്കാരുടെ മനുഷ്യക്കടത്തും കള്ളക്കടത്തും കുറ്റകരമാണെന്നും ഊന്നി പറഞ്ഞു. കുടിയേറ്റ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത് രാജ്യത്തെ ഒരു ദീർഘകാല പ്രശ്നമാണ്. ഇതിന് സർക്കാർ ഏജൻസികൾ, സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനുകൾ, പ്രാദേശിക, അറബ്, അന്തർദേശീയ സംഘടനകൾ എന്നിവയ്ക്കിടയിൽ യോജിച്ച ശ്രമങ്ങളും സമഗ്രമായ ഏകോപനവും ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രവാസികളുടെയും കുടിയേറ്റ തൊഴിലാളികളുടെയും അന്തസ്സും അവകാശങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെറുതും എന്നാൽ സമ്പന്നവുമായ ഒരു രാജ്യമായ കുവൈത്തിന് വിദേശ നിക്ഷേപത്തിനും പ്രതിഭകൾക്കും സുസ്ഥിരവും ആകർഷകവുമായ ലക്ഷ്യസ്ഥാനം എന്ന ഖ്യാതി നിലനിർത്താൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കുവൈത്തിലെ പ്രധാന പ്രഖ്യാപനങ്ങളിലൊന്നാണ് സ്വദേശീവൽക്കരണം. സ്വദേശി ജീവനക്കാരെ കൂടുതൽ നിയമിക്കുന്നതിനുള്ള സ്വദേശീവൽക്കരണ നയങ്ങൾ ശക്തമായി തുടരുന്നതിനു വേണ്ടി നിരവധി പദ്ധതികളാണ് കുവൈത്ത് ഒരുക്കിയിരിക്കുന്നത്. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ ആണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടത്. കുവൈറ്റിലെ സർക്കാർ സ്വകാര്യ മേഖലകളിൽ സ്വദേശി ജീവനക്കാരെ കൂടുതൽ നിയമിക്കുന്നതിനുള്ള സ്വദേശീവൽക്കരണ നയങ്ങൾ ശക്തമായി തുടരുന്നതിനിടയിലും ഇരു മേഖലകളിലും പ്രവാസി ജീവനക്കാരുടെ എണ്ണം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പുറത്തിറക്കിയ ഔദ്യോഗിക സ്ഥിതിവിവര കണക്കുകളിലാണ് 2024 ജനുവരി മുതൽ ജൂൺ അവസാനം വരെയുള്ള 6 മാസത്തിനിടെ കുവൈറ്റിലെ സർക്കാർ സ്വകാര്യ മേഖലകളിലെ വിദേശ ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായതായി വ്യക്തമാക്കിയത്. ഇതേ കാലയളവിൽ സ്വകാര്യ മേഖലയിൽ ദേശീയ തൊഴിലാളികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതായും കണക്കുകൾ പറയുന്നുണ്ട്. സ്വകാര്യ മേഖലയിൽ സ്വദേശീവൽക്കരണത്തിന്റെ ഭാഗമായി കുവൈത്ത് പൗരന്മാരെ ജോലിക്ക് നിയമിക്കുന്നുണ്ടെങ്കിലും കുറച്ചു കഴിഞ്ഞ് നിസ്സാര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അവരെ പിരിച്ചുവിടുന്ന പ്രവണത വലിയ തോതിലാണ് വർദ്ധിച്ചു വരുന്നത്.